എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ വച്ച് യേശു പഠിപ്പിക്കുന്ന 6 പാഠങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം മറ്റ് സുവിശേഷ പുസ്തകങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ സുവിശേഷങ്ങളെ സിനോപ്റ്റിക് ഗോസ്പൽ എന്നാണ് വിളിക്കുന്നത്. സമവീക്ഷണ സുവിശേഷം. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് യോഹന്നാന്റെ സുവിശേഷം. മത്തായി സുവിശേഷം എഴുതുന്നത് യഹൂദന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുപോലെ ലൂക്കോസ് സുവിശേഷം എഴുതുന്നത് ഗ്രീക്കരെ, തത്വചിന്തകന്മാരായിരിക്കുന്ന ഗ്രീക്കരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എഴുതുന്നത്. മാർക്കോസ് സുവിശേഷം എഴുതിയത് റോമാക്കാരെ ലക്ഷ്യം വെച്ചാണ്. എന്നാൽ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് ക്രിസ്ത്യാനികളെ, വിശ്വാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. അത് മറ്റ് 3 സുവിശേഷങ്ങളും ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലെ വ്യത്യസ്തമായ അടയാളങ്ങളാണ് യോഹന്നാൻ നമ്മുടെ മുമ്പിൽ വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് 3 സുവിശേഷങ്ങളെ സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് വിളിക്കുന്നത്. അത് ഒരു സമവീക്ഷണത്തോടെ നിൽക്കുന്നതാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യത്യസ്തത നിറഞ്ഞ സുവിശേഷമാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അത്ഭുതം എന്ന വാക്കല്ല യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് പിന്നെ ഉപയോഗിച്ച്? അടയാളം എന്ന വാക്കാണ്. മറ്റ് സുവിശേഷങ്ങളെല്ലാം അത്ഭുതം എന്ന് പറയുമ്പോൾ യേശു ചെയ്ത അടയാളം എന്ന വാക്കാണ് താൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. യേശു പഠിപ്പിക്കുന്ന 1-ാമത്തെ പാഠം കാനാവിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചത് നമുക്കറിയാം. യഹൂദന്റെ ഒരു കല്യാണ വീടാണ്. അവിടെ അവരുടെ ഡൈനിങ് ടേബിളിൽ ഉള്ള ഒരു പ്രധാന വസ്തുവാണ് വീഞ്ഞെന്ന് പറയുന്നത്. മുന്തിരി അതിൻ്റെ ഫലമെടുത്ത് കൊടുക്കുക, വീഞ്ഞ് കൊടുക്കുക, അവരെ സൽക്കരിക്കുക എന്നുള്ളത്. ഈ കല്യാണ വീട്ടിൽ അനേകം ആളുകൾ വന്നു. എങ്കിലും അവർ കരുതിയിരുന്ന വീഞ്ഞ് തികയാതെ വന്നു, പോരാതെ വന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി അവരുടെ നടുവിൽ നിൽക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ അവരുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, മധുരമുള്ള വീഞ്ഞാക്കി അത് അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട ആ പ്രശ്നത്തിനൊരു പ്രതിവിധി യേശു നൽകുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ അതിൽ സഹായിപ്പാൻ യേശു തയ്യാറായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ 2-ാം വാക്യം നിങ്ങൾ നോക്കൂ. അതിൻ്റെ കാരണം ഇതാണ്. കല്യാണ വീട്ടിൽ അവർ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. 1-ാമത്തെ ചിന്ത ഏതാണ്? നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കണം. നമ്മൾ ഒരിക്കൽ യേശുവിനെ ക്ഷണിച്ചവരാണ്. നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതായ സമയത്ത് യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ്. ആ ക്ഷണമല്ല, അനുദിന ജീവിതത്തിൽ യേശുവിന് പ്രാധാന്യം കൊടുക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ യേശുവിനായിരിക്കണം.
ഒന്നാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ആത്മീക കാര്യങ്ങൾക്കായിരിക്കണം. നമ്മുടെ യേശുവിനെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. അപ്പൊ ഇവരുടെ ജീവിതത്തിലെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായതിന്റെ കാരണം യേശുവിനെ അവർ വിളിച്ചിരുന്നു, കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യം. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടകു കയറി കടലക്കരെ കബർന്നഭൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിൻ മീതെ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. യേശു വരുന്നത് അവർ കണ്ടു. ഇവിടുത്തെ സംഭവം നമുക്കറിയാം. ശിഷ്യന്മാരെ തനിച്ച് അക്കരയ്ക്ക് ആ വള്ളത്തിൽ ബോട്ടിൽ പറഞ്ഞയച്ചിട്ട് യേശു മലയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. അവർ തനിയെ, ശിഷ്യന്മാർ തനിയെ ഈ കടലിലൂടെ ഈ വള്ളം തുഴഞ്ഞുകൊണ്ട് അക്കരയ്ക്ക് പോകുന്നതായ സമയത്ത് വലിയ കാറ്റടിച്ചു, വലിയ കൊടുങ്കാറ്റുണ്ടായി. കപ്പൽ ബോട്ട് മുങ്ങാറായി. അവർ തണ്ട് വലിച്ചു വലഞ്ഞു. ആ നിലയിൽ അവരുടെ ജീവിതം, കൈകൾ കുഴഞ്ഞു. പക്ഷെ യേശു വന്നില്ല. അവിടെ നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കൂ. അവർ തണ്ട് വലിച്ചു കുഴഞ്ഞു എങ്കിലും അവർ തല ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ കണ്ടു. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ തല ഉയർത്തി യേശുവിനെ നോക്കുവാനിടയാകണം. നാം തല ഉയർത്തി നോക്കിയാൽ ആരെ കാണും? യേശുവിനെ കാണും. യേശു തിരമാലയുടെ മുകളിൽ നടന്നു വരികയാണ്. 10 അടി പൊക്കമുള്ള തിരമാലയാണെങ്കിൽ യേശു അതിന്റെ മുകളിലാണ് യേശുവിന്റെ കാല്. 50 അടി ഉയരമുള്ള തിരമാലയാണെങ്കിൽ അതിന് മുകളിലാണ് യേശുവിന്റെ കാല്. ഇനി സുനാമി പോലെ ഒരു പർവ്വതം പോലെയുള്ള തിരയാ വരുന്നെങ്കിൽ അതിന് മുകളിലാണ് യേശുവിന്റെ കാല്. യേശു അതിനെ ചവിട്ടി വരുന്നതാണ് അവർ കണ്ടത്. എന്തായാലും ഇവർ തല ഉയർത്തി നോക്കി. അപ്പോൾ യേശുവിനെ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്ന് തണ്ട് വലിച്ചു കുഴയുമ്പോൾ തല ഉയർത്തി നോക്കണം. അതുവരെ അവർ നോക്കിയത് തിരമാലകളെയാണ്. അതുവരെ അവർ നോക്കിയത് കാറ്റിനെ, കൊടുങ്കാറ്റിനെയാണ് നോക്കിയത്. അതുവരെ അവർ നോക്കിയത് ബോട്ടിനെ നിയന്ത്രിക്കുവാനാണ് നോക്കിയത്. എന്നാൽ അവർ തണ്ട് വലിച്ചു കുഴഞ്ഞപ്പോൾ അവർ തല ഉയർത്തി നോക്കി. അപ്പോൾ യേശുവിനെ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് യേശുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. നിങ്ങൾ ശ്രദ്ധിക്കൂ, അവിടെ യേശു അവരുടെ സമയത്തല്ല വന്നത്. അവർ പ്രതീക്ഷിച്ചു. 1-ാം യാമത്തിൽ യേശു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. യേശു വന്നില്ല. 2-ാം യാമത്തിൽ യേശു വരുമെന്ന് അവർ വിശ്വസിച്ചു. യേശു വന്നില്ല. 3-ാം യാമത്തിൽ യേശു വരുമെന്ന് അവർ കരുതി. യേശു വന്നില്ല. 4-ാം യാമത്തിലും യേശു വന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിന്റെ പടക് തകരുന്നതിന് മുൻപ് യേശു വരും. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ പടക് തകരുന്ന മുമ്പ് യേശു നമ്മുടെ അടുക്കൽ വരും. എത്ര നല്ല കർത്താവാ! അവർ തല ഉയർത്തി നോക്കി അവർ യേശുവിനെ കണ്ടു. യേശു എത്ര നല്ലവൻ, അത്ര അധികാരമുള്ളവനാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 28-ാം വാക്യം 18-ാം വാക്യം ഒന്ന് വായിച്ചേ. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ആർക്കാം? യേശുവിനാ. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എത്ര വലിയ തിര വന്നാലും ഈ തിരയുടെ മീതെ നടന്നു വരുവാൻ കഴിയുന്നവനാണ് നമ്മുടെ യേശു. പിന്നെ എന്തിനാണ് നമ്മുടെ ഭാരപ്പെടുന്നത്? ഈ കാനാവിലെ കല്യാണ വീട്ടിൽ അവരുടെ പ്രശ്നത്തിന് എന്തുകൊണ്ടാണ് പരിഹാരമുണ്ടായതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവർ യേശുവിനെ ക്ഷണിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്കും യേശുവിനെ ക്ഷണിക്കണം. യേശുവിനെ കൊണ്ടേ പോകാവുള്ളൂ. വീട്ടിൽ പോകുമ്പോൾ യേശുവിനെ. ഒന്നാമത്തെ കാര്യം അതാണ്, യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് തന്നെ വരണം. അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 2:3. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ കല്യാണ വീട്ടിൽ യേശു ഉണ്ട്. യേശുവിനെ അവർ ക്ഷണിച്ചിരുന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ എന്താ? വീഞ്ഞ് പോരാതെ വന്നു.
എന്താണ് അവിടെ നമുക്ക് തരുന്ന രണ്ടാമത്തെ ചിന്ത എന്താണെന്നറിയാമോ? യേശു വീട്ടിലുണ്ടെങ്കിലും പ്രതിസന്ധി വരാം. മറന്നു പോകരുത്. എന്താ ഞാൻ പറഞ്ഞേ? യേശു വീട്ടിലുണ്ടെങ്കിലും പ്രതിസന്ധി വരാം. ചില വിശ്വാസികളുടെ ചിന്തയിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആണെന്ന്. ഒന്നും ഓക്കെ അല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ കർത്താവിനെ ആരാധിച്ചു പോരുന്ന സമൂഹത്തിൽ പിന്നെ ഒരു പ്രശ്നവുമില്ലെന്നല്ല. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അവിടെയാണ് പോരാട്ടം ആരംഭിക്കുന്നത്. നമ്മളെ ഒരു യുദ്ധക്കളത്തിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പൊ ശരിയായ ഒരു വിശ്വാസി അവൻ പോർക്കളത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഓക്കെ. ചുമ്മാ അത് നമ്മൾ പറയാറില്ല, കർത്താവെ ഞാൻ സത്യസന്ധമായിട്ട് നിർമ്മല ഹൃദയത്തോടെ നിന്നെ ആരാധിക്കുന്നു, വിശുദ്ധിയോടെ ജീവിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ ചുമൽ കൊടുക്കുന്നു. പക്ഷെ എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്താ ഈ പ്രശ്നം? നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയല്ലേ? യേശു നൽകുന്ന പാഠം അതാ. യേശു ഉണ്ടായിരുന്ന വീട്ടിലും പ്രതിസന്ധി ഉണ്ടായി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:5 വായിച്ച്. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. യേശു ലാസറിന്റെ ഭവനത്തെ സ്നേഹിച്ചിരുന്നു. മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ഒരു വീടാണ് ലാസറിന്റെ ഭവനം. ആ വീട്ടിൽ യേശു കൂടെ പോകുമായിരുന്നു. അവിടെ ബൈബിൾ ക്ലാസ് യേശു എടുക്കുമായിരുന്നു. അവിടെ വചനം പ്രസംഗിക്കുമായിരുന്നു. യേശുവിനെ ആ ഭവനം സൽക്കരിക്കുമായിരുന്നു. യേശു ആ ഭവനത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടായിരുന്നു. ലാസറിനെയും ആ ഭവനത്തെയും യേശു സ്നേഹിച്ചിരുന്നു. എന്നിട്ടും ആ ഭവനത്തിൽ രോഗം വന്നില്ലേ? ലാസറിന് ദീനം പിടിച്ചില്ലേ? ആ ഭവനത്തിൽ വേദന വന്നില്ലേ? ആ ഭവനത്തിൽ മരണം ഉണ്ടായില്ലേ? അതിന്റെ അർത്ഥം യേശു പഠിപ്പിക്കുന്ന ഇതാണ്: യേശു വീട്ടിലുണ്ടെങ്കിലും പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ബോധ്യം നമ്മുടെ തലയ്ക്കകത്ത് എപ്പോഴും വേണം, ഹൃദയത്തിൽ വേണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുത്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എന്തേ എനിക്കിങ്ങനെ എന്ന് ചോദിക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ പിന്നെ രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും തമ്മിൽ എന്താ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു ഒരു ദേശത്ത്. രക്ഷിക്കപ്പെട്ടവന്റെ 100 റബ്ബർ മരം മറിഞ്ഞു, രക്ഷിക്കപ്പെടാത്തവന്റെയും 100 റബ്ബർ മരം മറിഞ്ഞു. 100 മരം ഉണ്ടായിരുന്നു, 90 മറിഞ്ഞു. രക്ഷിക്കപ്പെട്ടവന്റെയും രക്ഷിക്കപ്പെടാത്തവന്റെയും കാറ്റടിച്ചപ്പോൾ. രക്ഷിക്കപ്പെടാത്തവൻ ആ ജീവിതത്തിൽ ആ വേദന താങ്ങാനാവാതെ ആ ബാലൻസ് എന്ന 10 മരത്തിൽ ഒന്നിൽ കയറുകൊണ്ടുപോയി തൂങ്ങി. നമ്മൾ പത്രത്തിൽ വായിക്കുന്നില്ലേ? എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യുന്നറിയാമോ? റോമാലേഖനം 8:28 വായിച്ചേ. അതാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടവൻ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതാ വ്യത്യാസം. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് കരുതി നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരികയില്ലെന്നില്ല, പ്രശ്നങ്ങളില്ല, പ്രതിസന്ധി ഇല്ലെന്നില്ല, കുടുംബ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന വരില്ല. ഇതെല്ലാം ഉണ്ടോ? പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അപ്പൊ രണ്ടാമത് യേശു പഠിപ്പിക്കുന്ന ചിന്ത എന്താണ്? യേശു ഉണ്ടായിരുന്ന വീട്ടിലും പ്രതിസന്ധി ഉണ്ടാകും. നമ്മൾ ഓർത്തിരിക്കുവാനിടയാകണം. മൂന്നാമത്തെ ചിന്ത, യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:4-5 വായിച്ച്. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലെ വീഞ്ഞു തീർന്നു എന്ന് മറിയ അറിഞ്ഞപ്പോൾ മറിയ ഓടിച്ചെന്ന് യേശുവിനോട് പറഞ്ഞു. മറിയക്കറിയാം യേശു ആരാന്നറിയാം, ദൈവ പുത്രനാണെന്നറിയാം.
അവൾ അവളുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു വെച്ചിരുന്നു. അവൾ ചെന്ന് പറഞ്ഞു, വീഞ്ഞു തീർന്നിരിക്കുകയാണ്, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ യേശു എന്താ ചോദിച്ചേ? സ്ത്രീയെ, എനിക്കും നിനക്കും ഇതിൽ തമ്മില് എന്ത് കാര്യം? ഇവിടെ നമുക്ക് മൂന്നാമത് നൽകുന്ന പാഠം എന്താണെന്നറിയോ? നീ നിന്റെ കാര്യം യേശുവിനോട് പറയണം. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് യേശുവിനോട് അറിയിക്കണം. ഇവിടെ മറിയ ആരോടാ പോയി പറഞ്ഞേ? മറിയ ആരോടാ പറഞ്ഞേ വീഞ്ഞു തീർന്നെന്ന്? യേശുവിനോട്. അപ്പൊ മറിയക്കറിയാം ആരോടാ പറയേണ്ടെന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ കാര്യങ്ങൾ യേശുവിനോട് പറയുവാൻ നമുക്കിടയായി തീരണം. ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. അവിടെ മറിയ പറയാ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യും. അപ്പം ആര് പറയുന്നതാ ചെയ്യണ്ടേ? യേശു പറയുന്നതാ ചെയ്യണ്ടേ. യേശു നിന്നോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞാൽ നീ മാനസാന്തരപ്പെടണം. യേശു നിന്നോട് സ്നാനപ്പെടാൻ പറഞ്ഞാൽ നീ അത് ചെയ്യണം. യേശു നിന്നോട് കൽപ്പന അനുസരിക്കാൻ പറഞ്ഞാൽ നീ അത് ചെയ്യണം. യേശു വിശുദ്ധിയോടെ ജീവിക്കാൻ പറഞ്ഞാൽ നീ അത് ചെയ്യണം. യേശു പറയുന്നതാണ് ചെയ്യേണ്ടത്. ലൂക്കോസ് 18:38-39 വായിച്ച്. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. ബർത്തിമായി, അയാൾക്കുള്ള പ്രശ്നം എന്നാ? കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്, അല്ലെ? അദ്ദേഹം വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. വഴിയരികിൽ ഇരുന്നതായ സമയത്ത് യേശുവും ശിഷ്യന്മാരും അതിലെ കടന്നുപോയ സമയത്ത് ആ മനുഷ്യൻ വലിയ ആരവാരം കേട്ടു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആരവാരം കേട്ടപ്പോൾ ജനത്തോട് ചോദിച്ചു, അടുത്ത് നിന്നവരോട് ചോദിച്ചു, ആരാ ഇതിലെ കടന്നു പോകുന്നു ചോദിച്ചു. അവർ പറഞ്ഞു, നസറേനായ യേശു കടന്നു പോകുന്നു. അപ്പൊ യേശു കടന്നു പോകുന്നിടത്ത് എന്തുണ്ട്? ആരവാരം ഉണ്ട്. യേശു കടന്നു പോകുന്ന സ്ഥലത്ത് ആരവാരമുണ്ട്. യേശു ഇവിടെ വന്നാൽ അവിടെ ആരവാരം വേണം. നിന്റെ വായ അടഞ്ഞിരിക്കരുത്. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ സ്തോത്രം ചെയ്യണം, ആരാധിക്കണം. അതിനാണ് നമ്മെ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. യേശു കടന്നു പോകുമ്പോൾ ആരവാരവും ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ചോദിച്ചു, ആരാ കടന്നു പോകുന്നത് ചോദിച്ചു. അടുത്തൊന്നും പറഞ്ഞു, നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പം വിളിച്ചത് എങ്ങനെയാ? നസറേനായ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ഇവൻ നസറേനായ യേശു ദാവീദിന്റെ പുത്രനാണെന്ന് എങ്ങനെ ഇവന് മനസ്സിലായി? കാഴ്ചയില്ല. ഇവൻ പഴയ നിയമത്തിലെ ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. പക്ഷെ അവന് മനസ്സിലായി, ഈ നസറേനായ യേശുവാണ് ദാവീദിന്റെ പുത്രൻ. ഇവനാണ് വരാൻ പോകുന്ന മശിഹ, ഇവനാണ് രക്ഷകൻ എന്ന് ഈ സിനഗോഗിൽ വായിക്കുന്നത് അവൻ കേട്ടിട്ടുണ്ട്. അവൻ വിളിക്കുകയാണ്, ദാവീദ് പുത്ര, നസറേനായ യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. നമ്മുടെ കാര്യം യേശുവിനോട് പറയണം. മനുഷ്യപുത്രനിൽ ആശ്രയിക്കരുത്, യഹോവയിൽ ആശ്രയിക്കുക. സങ്കീർത്തനം 118 വാക്യമാണ്. ഇവൻ ആ സിനഗോഗിലെ കയ്യപാവിന്റെ അടുക്കലോ മതപുരോഹിതന്മാരുടെ അടുക്കലോ അതുപോലെ അവിടെയുള്ള പള്ളി പ്രമാണിമാരുടെ അടുക്കലോ ഇവന്റെ ആവശ്യവുമായി പോയില്ല. അവൻ അറിയാം അവന്റെ കാര്യം യേശുവിനോടാണ് പറയേണ്ടതെന്ന് അവൻ അറിയാം. അവൻ ഉറക്കെ വിളിച്ചു. അപ്പൊ ചുറ്റും നിന്നവർ എന്ത് ചെയ്തു? അവനോട് മിണ്ടാതിരിക്കാം. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ നസറേനായ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ വിളിച്ചു. യേശു ആ വിളിയുടെ മുമ്പിൽ യേശു അവിടെ നിന്നു. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ നാം അവനോട് കാര്യം പറഞ്ഞാൽ അവൻ അവിടെ നിൽക്കും. എന്നിട്ട് പറയുകയാണ്, ഈ മിണ്ടരുതെന്ന് പറഞ്ഞവരോട് എന്തു പറഞ്ഞു? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. എത്ര നല്ല കർത്താവാ നമ്മുടെ കർത്താവ്! കാര്യം യേശുവിനോട് പറയുവാൻ നമുക്ക് ഇടയായിത്തീരും. നാലാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്ന 2-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മറിയ ചെന്ന് യേശുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. വീട്ടിലെ പ്രതിസന്ധി പറഞ്ഞു. കല്യാണ വീട്, അവിടെ ആ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ യേശു കൊടുത്ത മറുപടി? മറിയ ആഗ്രഹിച്ച മറുപടി കൊടുത്തോ? കൊടുത്തില്ല. നീ ഓർത്തോ? 4-മത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാ. നീ ചോദിക്കുമ്പോൾ
നീ ആഗ്രഹിച്ച മറുപടി കിട്ടിയില്ല എങ്കിലും ഉടനെ ഒരു കൽപ്പന പുറപ്പെടും. എന്താണ് കൽപ്പന? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങള് നമ്മുടെ കർത്താവ് ആ സമയത്ത് നമുക്ക് ഉത്തരം നൽകിയില്ല എന്ന് വരും. കർത്താവിന്റെ സമയമുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ നാം ആഗ്രഹിച്ച മറുപടി നമുക്ക് കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടരുത്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. എന്താണെന്നറിയോ? നാം ആഗ്രഹിച്ച മറുപടി നമുക്ക് കിട്ടിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഉടനെ ഒരു കൽപ്പന പുറപ്പെടും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വന്നേ, അതിന്റെ 28-29. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. യേശു കർത്താവ് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. അരിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ അടക്കി 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ സമയത്ത് ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി. അപ്പോൾ ഇവിടെ 2 ശിഷ്യന്മാർ അവർ യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുകയാണ്. അപ്പൊ ഇവര് പറയുന്നത് ഇതാണ്, യേശുവിന്റെ കാര്യമാണ്. യേശു 3.5 വർഷം നമ്മൾ അനുഗമിച്ചു. നമ്മുടെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞില്ലേ, ഇരിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ പ്രശ്നമായി. നമ്മളെ യെരുശലേമിൽ ചെന്ന് അമ്മ നമ്മളെ കല്ലെറിയും, തല വെട്ടും, ഓടുക. യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവാ. അവര് പ്രതിസന്ധി പറയാ. അപ്പൊ മറ്റവൻ പറഞ്ഞില്ലടാ, യേശു വാക്ക് മാറിയല്ല, അല്ല, മടുത്തൂവർ അങ്ങനെ പോവാ. അവർ തർക്കിച്ചും സംസാരിച്ചും കൊണ്ട് വഴിയെ നടന്നു പോവാ. പോകുന്ന സമയത്ത് ഉയർത്തെഴുന്നേറ്റ യേശു എന്ത് ചെയ്തു? യേശു അവരോട് ചേർന്ന് നടന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് തർക്കിക്കുന്നത്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു, നീ ഈ നാട്ടുകാരനല്ലേ? യെരുശലേമിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നടന്നത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യേശു എന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നു, ഞങ്ങളെ അവന്റെ പുറകെ പോകുന്നു, വീടും എല്ലാം വിട്ട് 3.5 വർഷം ഞങ്ങൾ അവന്റെ കൂടെ നടന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങള് തനിച്ചാക്കിയവൻ. ഉടനെ യേശു അവരോട് പറഞ്ഞു, ക്രിസ്തു ഭൂമിയിൽ വരികയും തിരുവെഴുത്തുകളിൻ പ്രകാരം ജീവിക്കുകയും തിരുവെഴുത്തുകളെ പ്രകാരം മരിക്കുകയും തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾക്കറിയില്ലയോ എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തിയപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. അപ്പൊ യേശു അവരോട് വചനം സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം എന്ത് ചെയ്തു? വിഷാദിച്ചിരുന്നു എന്നല്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഞാൻ വേദഭാവം എടുക്കുന്നില്ല. അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ യേശു അവരുടെ കണ്ണിനെ നിരോധിച്ചിരുന്നെങ്കിലും അവർ മുമ്പോട്ട് ചെന്നു. ആ ശിഷ്യന്മാർ അവരുടെ വീടുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങിയപ്പോൾ വായിച്ച ഭാഗമാണ്, യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. യേശു പോകാനല്ല, മുന്നോട്ട് പോകുന്ന ഒരു ഭാവം കാണിച്ചു. അങ്ങനെ യേശു മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചത് ഇവരുടെ പ്രതികരണം എന്താണെന്ന് അറിയുവാനാ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാ. പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമുക്ക് അപ്പൊ ഉത്തരം കിട്ടുന്നില്ലാത്തത് നിന്റെ പ്രതികരണം എന്താണെന്ന് അറിയുവാനാ. നിന്റെ വിശ്വാസത്തിന് എത്ര ഉറപ്പുണ്ടെന്ന് അറിയുവാനാ. നിന്റെ പ്രത്യാശയ്ക്ക് എത്രമാത്രം ഉറപ്പ്, ഗ്യാരണ്ടി ഉണ്ടെന്ന് അറിയുവാനാ. ചില വിഷയങ്ങളിൽ യേശു നാം ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആഗ്രഹിക്കുന്ന മറുപടി കർത്താവ് തരാതിരിക്കുന്നതിന്റെ കാരണം നിന്റെ പ്രതികരണം അറിയാനാണ്, നിന്റെ മനോഭാവം അറിയാൻ വേണ്ടിയാണ് യേശു മുൻപോട്ട് പോകുന്നതായി ഭാവിച്ചു. ഉടനെ അവരെന്തു പറഞ്ഞു? നാഥാ, നേരം വൈകി അസ്തമിപ്പാറായി, ഞങ്ങളോടുകൂടെ പാർക്കുക. ജീവിതത്തിൽ ഇതാണ് ഏറ്റവും വലിയ. യേശുവിനോട് പറയുമ്പോൾ, നിന്റെ കാര്യം പറയുമ്പോൾ നീ പറയണം, നാഥാ, നേരം വൈകാറായി, അസ്തമിക്കാറായി, കാര്യങ്ങള് അസ്തമിക്കാറായി, നേരം ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. നാഥാ, നീ ഞങ്ങളോടുകൂടെ പാർക്കണം. അങ്ങനെ പറയാൻ കഴിയും. ജീവിതത്തിലെ പ്രതിസന്ധിയൊക്കെ നേരിടുന്ന സമയത്ത് അങ്ങനെ പറയണം, നീ ഞങ്ങളോട് കൂടെ പാർക്കണം. ഏറ്റവും വലിയ പ്രാർത്ഥന അങ്ങനെ പറയണം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്ന് 2:8-9. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അവിടെ യേശു ശുശ്രൂഷക്കാരെ വിളിച്ചിട്ട് പറയാണ്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പൻ. അവർ ചോദിച്ചില്ല, എന്തിനാ കർത്താവേ വെള്ളം കോരി നിറയ്ക്കും? അവർ വെള്ളം കോരി നിറച്ചു. യേശു എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. എന്നിട്ട് യേശു പറയുകയാണ്, ഈ കൽപാത്രത്തിൽ വെള്ളം നിറച്ചു എന്ന് പറഞ്ഞാൽ പറയാ, അത് കോരിക്കൊണ്ടുപോയി വിരുന്നുവാഴിക്ക്
കൊടുപ്പിൻ. എന്നാ പിന്നെ അത് അവിടുന്ന് കിണറ്റിൽ നിന്ന് കോരിയപ്പോ അതങ്ങ് കൊണ്ട് കൊടുത്താൽ പോരായിരുന്നോ? പോരാ. യേശു പറയുന്നത് അങ്ങനെ അനുസരിക്കണം. അവ വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് എന്താ, ഇത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്നറിയാമോ? നീ അറിയാത്ത വഴി ദൈവം നിനക്ക് തുറക്കും. ഇത് എവിടെ നിന്നാണെന്ന് വിരുന്നുവാഴി എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. പക്ഷെ ദൈവം അറിയാത്ത വഴി ദൈവം തുറന്നു. നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവം നീ അറിയാത്ത ഒരു വഴി ദൈവം നിനക്ക് തുറന്നു. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിയിൽ അവർ മുൻപോട്ട് ചെന്നു. അവർ ചെന്നതായ സമയത്ത് ചെങ്കടലിന്റെ തീരത്തെത്തി. ഇപ്പോൾ അവർക്ക് വഴിയില്ല ചെങ്കടലിൽ. ആ ജനം പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും വരുന്നുണ്ട്. മോശ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. മോശ എന്തു ചെയ്യണമെന്ന് യഹോവയോട് ചോദിച്ചു. വഴി കാണുന്നില്ല. ദൈവം പറഞ്ഞു, ചെങ്കടലിനോട് കൽപ്പിക്കാം. നിന്റെ കയ്യിലെ വടി എന്ത് ചെയ്യും? നീട്ടി ചെങ്കടലിനോട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞേ, കൽപ്പിക്ക എന്ന് പറഞ്ഞു. അവിടെ വഴി തുറന്നു. ഉണങ്ങിയ നിലം തുറന്നു. അവർക്ക് കടന്നു പോകാൻ, ഈ 20 ലക്ഷം ആളുകൾക്ക്, അവരുടെ മൃഗങ്ങൾക്ക് നടന്നു പോകത്തക്ക നിലയിൽ വലിയ വീതിയുള്ള ഉണങ്ങിയ നിലം കടലിനടിയിൽ ഒരുക്കി. പക്ഷെ ആ വഴി, ഈ വഴി ഈ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടിരുന്നില്ല. കാരണം വഴിയുടെ മുകളിൽ വെള്ളം മൂടിക്കിടക്കുകയാണ്. വിശ്വസിക്കാത്ത ജനം ആ തീരത്ത് നിന്ന് കണ്ടതെന്താ? അവരെ കണ്ടത് ഫറവോനും സൈന്യവും വരുന്നതാകണ്ടേ. അവരുടെ കുളമ്പടി ശബ്ദമാ, കുതിരയുടെ ശബ്ദമാ അവർ കേട്ടത്. എന്നാൽ വിശ്വസിക്കുന്ന മോശ വെള്ളത്തിനടിയിലെ വഴി, ഒളിഞ്ഞിരിക്കുന്ന ദൈവം ഒരുക്കിയ വഴി കണ്ടു. അവൻ കൽപ്പിക്കാൻ പറഞ്ഞു. അവിടെ കൽപ്പിച്ചു. ആ മൂടിക്കിടന്ന വഴിയുടെ മുകളിൽ മൂടിക്കിടന്ന വെള്ളം മാറി ഈ ജനത്തിന് കടന്നു പോകാനുള്ള വഴി അവിടെ തുറന്നു. നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെ നടുവിൽ ചില വെള്ളങ്ങൾ മൂടിക്കിടപ്പുണ്ടെങ്കിൽ അത് മാറി ഒരു വഴി തുറക്കുവാൻ നീ അതിനോട് കൽപ്പിക്കണം. 2:10 വായിച്ചേ. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ആദ്യം ഇവര് കൊടുക്കുന്നത് എന്താണ്? യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് മോശമാണോ നല്ലതാണോ? ആദ്യം നല്ല വീഞ്ഞാ എല്ലാവരും കൊടുക്കുന്നത്. ലഹരി പിടിച്ചു കഴിയുമ്പോൾ എന്ത് കൊടുക്കും? എളുപ്പമായത് കൊടുക്കും. അപ്പൊ ഈ നല്ലത് കിട്ടിയപ്പോൾ അവര് ചോദിക്കുക, വിരുന്നുവാഴി ചോദിക്കുക, ഇതെങ്ങനെയാ? ആദ്യം എല്ലാവരും നല്ലതല്ലേ കൊടുക്കുന്നേ, അവസാനമല്ലേ വെള്ളം ചേർത്ത് കൊടുക്കുന്നേ എന്ന് ചോദിക്കുക. എന്താ യേശു നമ്മെ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? അവൻ തരുമ്പോൾ ഏറ്റവും നല്ലത്, യേശു തരുമ്പം ഏറ്റവും നല്ലതായി നമുക്ക് തരുള്ളൂ. നമ്മൾ ചോദിച്ച സമയത്ത് കിട്ടിയില്ലെന്ന് വരും. അതിന് കർത്താവിൻ്റെ ഒരു സമയമുണ്ട്. പക്ഷെ തരുമ്പോൾ ഏറ്റവും നല്ലത്. കാനാവിലെ കല്യാണ വീട് നമ്മെ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം, 6 കാര്യമാണ് നമ്മൾ ചിന്തിച്ച. ഒന്നാമത്തെ കാര്യം, നമ്മൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം, യേശുവിനെ വിളിക്കണം. യേശുവിനെ പങ്കെടുപ്പിക്കാത്ത ഒരു പ്രോഗ്രാമും നമുക്കുണ്ടാവരുത്. രണ്ടാമത് പറഞ്ഞ എന്താ? യേശു ഉണ്ടായിരുന്ന വീട്ടിലും പ്രതിസന്ധി ഉണ്ടായി. മൂന്നാമത് യേശു എന്താണ്? നീ നിന്റെ കാര്യം യേശുവിനോടെ പറയാവൂ. യേശുവിനോട് പറയണം നിന്റെ കാര്യം. നീ യേശുവിനോട് സംസാരിക്കണം. നാലാമത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ആഗ്രഹിച്ച മറുപടി നമുക്ക് ചിലപ്പോൾ ലഭിച്ചെന്ന് വരിക. അതുകൊണ്ട് പ്രാർത്ഥന നീ മടുത്തു പോകരുത്. ആഗ്രഹിച്ച മറുപടി നമുക്ക് ലഭിച്ചില്ലെങ്കിലും ഒരു കൽപ്പന പുറപ്പെടും സ്വർഗത്തിൽ, അത് ഉറപ്പാണ്. അഞ്ചാമത് എന്താ? നീ അറിയാത്ത വഴി ദൈവം നമുക്ക് തുറക്കും. നമുക്ക് നമ്മുടെ വഴി അടഞ്ഞ് മൂടിക്കിടക്കുന്ന പലതും മാറ്റി ദൈവം നമുക്കൊരു പുതിയ വഴി ദൈവം തുറന്നു തരും. ആറാമത് എന്താ? അവൻ തരുന്നത്, യേശു തരുന്നത് ഏറ്റവും ബെസ്റ്റായിരിക്കും.